ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടൈപ്പ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്ന് പറയുന്നത് സൈക്ലോട്രോൺ ആണ്. നേരത്തെ കണ്ട പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ലൈനാക്കിൽ നിന്ന് ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്കിൾ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇറ്റ് ഈസ് നോട്ട് ഫോളോയിങ് എ ലീനിയർ പാത്ത് ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് ഫോളോയിങ് എ സർക്കുലർ പാത്ത്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ സൈക്ലോട്രോണിൻ്റെ ഫങ്ഷനിങ്ങിൽ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ പാത്ത്. അപ്പോൾ എങ്ങനെയാണ് സൈക്ലോട്രോണിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ വർക്കിങ്ങിനെ പറ്റി കൂടുതൽ സംസാരിക്കാം. സൈക്ലോട്രോണിൽ എസെൻഷ്യലി രണ്ട് ഹോളോ ഡി ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഡി എന്നുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ് പോലെ ഇരിക്കുന്ന രണ്ട് ഹോളോ സെമി സർക്കുലർ മെറ്റൽ ബോക്സുകളാണ് ഉള്ളത്. ഹോളോ ആണ്. അപ്പോൾ ഈ ഇവിടെ ഒരു ഷെയ്ഡഡ് ഒരു റീജിയൻ കാണിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഷെയ്ഡഡ് ബട്ട് ഇറ്റ് ഈസ് ഹോളോ. അതേപോലെ ഈ സൈഡിലും ഹോളോ ആയിട്ടുള്ള ഒരു ഡി ഷേപ്ഡ് സ്ട്രക്ചറാണ്. മെറ്റൽ ബോക്സുകളാണ് വിച്ച് ആർ ഇൻ ദിസ് ഷേപ്പ്. അപ്പോൾ അതിൽ ഇറ്റ് ഈസ് കോൾഡ് ഡീസ് ബിക്കോസ് ഇറ്റ് റിസംബിൾസ് ദി ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ ഡി. ഓക്കെ, ഇനി ഈ രണ്ട് these are actually insulated from each other and all this setup is enclosed in a vacuum chamber. പിന്നെ ഈ അറേഞ്ച്മെൻറ്റിൽ ഈ ഡീസിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിലാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാനുള്ള സംവിധാനമുള്ളത്. There is an electromagnet whose north pole lies here and south pole is here. So you have a field which is in a direction which is perpendicular to the plane of the D's. Okay. ഇനി ഒരു അയോൺ സോഴ്സ് ഈ രണ്ട് ഡീസിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. An ion source is located near the midpoint of the gap between the D's. അപ്പോൾ ഇതാണ് ഒരു സൈഡ് വേസ് വ്യൂ ഓഫ് ദിസ് സൈക്ലോട്രോൺ. ഇനി ഈ രണ്ട് ഡീസും നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സിൻ്റെ രണ്ട് ടെർമിനൽസിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ അറ്റ് എ ടൈം വെൻ വൺ ഈസ് പോസിറ്റീവ് ദി അതർ വൺ വിൽ ബി അറ്റ് നെഗറ്റീവ് പൊളാരിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ യു ഹാവ് എൻ അയോൺ സോഴ്സ് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഹിയർ. അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇഫ് D1 ഈസ് പോസിറ്റീവ് ദെൻ D2 വിൽ ബി നെഗറ്റീവ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹാഫ് സൈക്കിൾ ആവുമ്പോഴേക്കും ഇത് സ്വിച്ച് ചെയ്യും. D1 വിൽ ബി നെഗറ്റീവ് ആൻഡ് D2 വിൽ ബി പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് അറേഞ്ച്മെൻറ്റ്. ഒരു RF ഓസിലേറ്ററിലേക്കാണ് ഈ രണ്ട് ഡീസും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാം, ഒരു പോസിറ്റീവ് അയോൺ സോഴ്സാണ് ആ ഗ്യാപ്പിൽ ഉള്ളത് എന്ന് വിചാരിക്കാം. And suppose the positive ion is produced when D2 is positive and D1 is negative. അപ്പോൾ ഇവിടെ നിന്ന് ഈ അയോൺ സോഴ്സിൽ നിന്ന് ഒരു പോസിറ്റീവ് അയോൺ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ പോസിറ്റീവ് അയോണിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് അയോൺ നോക്കുമ്പോൾ D1 is at a negative potential and D2 is at a positive potential. Now what happens to this positive ion? ഇതിന് it will experience a repulsive force in this direction. In this direction due to D2, and it will experience an attraction towards D1 because D1 is at negative polarity. അപ്പോൾ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോസിറ്റീവ് അയോൺ ഇറ്റ് വിൽ ബി ആക്സിലറേറ്റഡ് ടു D1. ഇനി D1-നകത്ത് എൻ്റർ ചെയ്താലോ, അപ്പോൾ ഇതിനൊരു വെലോസിറ്റി V, ഒരു വെലോസിറ്റിയിൽ ഈ അയോൺ ഇവിടേക്ക് എൻ്റർ ചെയ്യും. D1-ൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹോളോ മെറ്റാലിക് സ്ട്രക്ചറാണ്. അതിൻ്റെ അകത്ത് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യില്ല. അപ്പം വന്ന് കയറിയ അതേ വെലോസിറ്റിയിലായിരിക്കും അത് ട്രാവൽ ചെയ്യാൻ പ്രിഫർ ചെയ്യുക. ഇനി എന്തുകൊണ്ട് വളഞ്ഞ പാത്ത് ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഡ്യൂ ടു ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ആക്ട്സ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ ട്രേസസ് എ സർക്കുലർ പാത്ത്. ഓക്കെ, ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ഇസ് കണക്റ്റഡ് ടു ദി വെലോസിറ്റി ലൈക്ക് ദിസ്. അതിങ്ങനെയാണ്. ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദി ചാർജ് പാർട്ടിക്കിൾ വുഡ് ബി QVB. അത് നമുക്ക് അറിയുന്നതാണ്.
Since it travels in a circular path, it will experience a centripetal force which will be equal to mv square by r. So from this you can equate r as v cancel ചെയ്ത് പോയി കഴിഞ്ഞാൽ r ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ you will be able to write r as mv by qb, where v is the velocity, m is the mass, and q is the charge of the charged particle, and b is the applied magnetic field. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് r ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസും കൂടും എന്നർത്ഥം അല്ലേ? ഒരു ചാർജ് പാർട്ടിക്കിൾ ആകുമ്പോൾ അതിൻ്റെ മാസ് വേരിയബിൾ അല്ല, അതിൻ്റെ ചാർജും വേരിയബിൾ അല്ല. നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഒരു പെർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഓൾസോ നോട്ട് വേരിയബിൾ. പിന്നെ വേരി ചെയ്യുന്ന ആളേതാണ്? വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. എന്തിനാണ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് നമ്മുടെ അപ്ലൈഡ് പൊട്ടൻഷ്യലിനെ, ആർ എഫ് ഓസിലേറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഇസ് അറ്റ് വി, ക്യാപിറ്റൽ വി. അപ്പോൾ നമുക്ക് ക്യു വി യു ക്യാൻ ഇക്വേറ്റ് ഇറ്റ് ആസ് ഹാഫ് എം വി സ്ക്വയർ. സോ ദി വെലോസിറ്റി വിത്ത് വിച്ച് ദി പാർട്ടിക്കിൾ ഗെറ്റ്സ് എന്ത് വെലോസിറ്റിയിലാണോ ആ ചാർജ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുക, that will be decided by the applied potential difference. So and velocity can be written as root of 2qv by m. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ലൈനാക്കിലും കണ്ടിട്ടുണ്ടായിരുന്നു. വെലോസിറ്റി അങ്ങനെ തന്നെയാണ്. പിന്നെ ആകെയുള്ള ഒരു വ്യത്യാസം അവിടെ നിന്ന് എന്ന് പറയുന്നത് ഇവിടെ ഒരു അഡീഷണൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതൊരു സർക്കുലർ പാത്ത് ട്രേസ് ചെയ്യുന്ന രീതിയിൽ വളയും ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്ത്. Radius of the circular path will be mv by qb. Okay. ഇനി ആംഗുലാർ വെലോസിറ്റി നമുക്കറിയാം ഇസ് v by r. അപ്പോൾ വെലോസിറ്റി ഇങ്ങനെയാണ്. വെലോസിറ്റി ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? qbr by m എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ qbr by m ഡിവൈഡഡ് ബൈ r ചെയ്യുമ്പോൾ r ക്യാൻസൽ ചെയ്ത് പോകും. qb by m ആയിരിക്കും ആംഗുലാർ വെലോസിറ്റി. ഇനി ഇത് ആ സെമി സർക്കുലർ പാത്ത് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് സെമി സർക്കുലർ പാത്ത് അല്ലേ? അപ്പോൾ 2πr വരില്ലല്ലോ, πr മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ πr ഡിവൈഡഡ് ബൈ വി. ഓക്കെ, ഈ വി ബൈ ആർ നമുക്ക് ഒമേഗ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ പൈ ബൈ ഒമേഗ എന്ന് എഴുതാൻ പറ്റും. ഒമേഗ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ഇറ്റ് ഇസ് ക്യൂ ബി ബൈ എം. അപ്പോൾ പൈ പിന്നെ ക്യൂ ബി ബൈ എമ്മും കൂടി എഴുതുമ്പോൾ യു ഗെറ്റ് the time taken for the ion to travel the semicircular path as pi m by qb. അപ്പോൾ ഒരു ഫുൾ വട്ടം കറങ്ങാൻ എത്ര സമയം എടുക്കും? ഇറ്റ് വിൽ ബി ട്വൈസ് ദിസ് ടൈം. 2πm by qb എടുക്കും ഒരു ഫുൾ റെവല്യൂഷൻ കറങ്ങി വരാൻ. ഓക്കെ, ഇപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഫുൾ വട്ടം കറങ്ങി വരാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ദാറ്റ് വിൽ ബി qb by 2πm. ഇതിനെയാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഹാഫ് സർക്കിൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ കഥ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ വെലോസിറ്റിയിൽ ഈ ഒരു സെമി സർക്കുലർ പാത്ത്, ഈ റെഡ് കളറായിട്ട് വരച്ചിരിക്കുന്ന സെമി സർക്കുലർ പാത്ത് ട്രാവൽ ചെയ്ത് ഈ പോയിന്റിലെത്തി ആ D1ൽ നിന്ന് പതുക്കെ എക്സിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എന്ത് പറ്റിയിട്ടുണ്ടാവും? പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ D1 was negative and D2 was positive. Now what happens? When the particle is now about to exit, the polarity would have reversed. Now D1 is negative. Now D1 is positive and D2 is negative. So what happens? അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ദിസ് വിൽ എക്സ്പീരിയൻസ് എ പുഷ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ഓൾസോ എക്സ്പീരിയൻസ് എൻ അട്രാക്ഷൻ ടുവേർഡ്സ് D2. അപ്പോൾ ഇത് വീണ്ടും ആക്സിലറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി വീണ്ടും കൂടും. അപ്പോൾ കൂടിയ വെലോസിറ്റിയിൽ ഈ ഒരു ഗ്യാപ്പിൽ D1ൻ്റെയും D2ൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിൽ ഇത് ആക്സിലറേറ്റ് ചെയ്യപ്പെടും. ആ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ കൂടിയ വെലോസിറ്റിയിലാണ് ഇത് D2 എൻ്റർ ചെയ്യുക. ഇനി കൂടിയ വെലോസിറ്റിയിൽ എൻ്റർ ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ പാത്തിനെ വളയ്ക്കും. പക്ഷെ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടതേ ഉള്ളൂ, വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? പാത്തിൻ്റെ റേഡിയസ് കൂടും. അപ്പോൾ നേരത്തെ ട്രാവൽ ചെയ്ത് ആ റേഡിയസ് ഉള്ള പാത്തായിരിക്കില്ല ഇപ്പോൾ
D2ൽ എൻ്റർ ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾ ഫോളോ ചെയ്യുക. അപ്പോൾ കൂടിയ റേഡിയസ് ഉള്ള പാത്തിലൂടെ ട്രാവൽ ചെയ്ത് അയാൾ പതുക്കെ D2ന് പുറത്തിറങ്ങാൻ അപ്പോഴേക്കും പൊളാരിറ്റി വീണ്ടും സ്വിച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇറ്റ് വിൽ അഗെയിൻ എക്സ്പീരിയൻസ് ആൻ ആക്സലറേഷൻ ഇൻ ദിസ് ഗ്യാപ്പ് ആൻഡ് ഇറ്റ് വിൽ എൻ്റർ വിത്ത് ഹയർ വെലോസിറ്റി ഇൻസൈഡ് D1 ആൻഡ് അഗെയിൻ ഇറ്റ് വിൽ ഫോളോ എ ലാർജർ സെമി സർക്കുലർ പാത്ത്. ദെൻ ഇറ്റ് വിൽ എൻ്റർ ദി ഗ്യാപ്പ്. ഇവിടെ വീണ്ടും ആക്സലറേറ്റ് ചെയ്യപ്പെടും. കൂടിയ വെലോസിറ്റിയിൽ കയറുമ്പോൾ കൂടിയ റേഡിയസ് ഉള്ള പാത്ത് ഫോളോ ചെയ്യും. അങ്ങനെ ഇറ്റ് ട്രാവൽസ് അലോങ് എ സ്പൈറൽ പാത്ത്. വെലോസിറ്റി കൂടി വന്നിട്ട് അവസാനം നമുക്ക് ആ പാർട്ടിക്കിളിനെ വേണ്ട വെലോസിറ്റിയിൽ നമുക്ക് പുറത്തേക്ക് എന്ത് ടാർഗറ്റിലാണോ വീഴിക്കേണ്ടത് ആ ടാർഗറ്റിലേക്ക് നമുക്ക് വീഴിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സൈക്ലോട്രോണിൽ നമ്മൾ പാർട്ടിക്കിൾസ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഇത് ബേസ് ചെയ്തിട്ട് നോർമലി പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആകെ നമുക്ക് ഓർമ്മ വേണ്ട 2 ഇക്വേഷൻസ് ഇത് മാത്രമാണ്. ഒന്ന്, ആ പൊട്ടൻഷ്യൽ കാരണം ആ ചാർജ് പാർട്ടിക്കിൾ അക്വയർ ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ് എന്നുള്ളതും, പിന്നെ നമ്മുടെ ലോറൻസ് ഫോഴ്സ് QVB ഇസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. ഈ 2 ഇക്വേഷൻസ് മാത്രം നമുക്ക് ഓർമ്മയുണ്ടായാൽ മതി. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ സാധിക്കും.